പക്ഷെ എന്താവും ഈ വഴിക്കൊക്കെ ഉണ്ടാക്കി വെച്ചേക്കുന്ന സാമ്രാജ്യത്തിന്റെ ഒറ്റ തലവനല്ലേ നീ. ദ ഗ്രേറ്റ് മാഫിയ കിങ് ജോൺ അബ്രഹാം എത്താൻ തോന്നിയ പുത്രൻ. നീ എന്തിനാ ഇങ്ങോട്ട് വന്നേക്കുന്നത്? അത് പിന്നെ വരാണ്ടിരിക്കാൻ പറ്റൂല ആശ്രേ. ഓടേ തമ്പുരാന് പോലും വേണ്ടാത്തതല്ലേ നിന്നെയൊക്കെ. അപ്പൊ പിന്നെ ഞാനെങ്കിലും ഈ വഴിക്കൊന്നും വന്നു പോണ്ടേ? അതല്ലേ അതിൻ്റെ ഒരു മര്യാദ. അത് നീ പറഞ്ഞത് കറക്റ്റാ. തമ്പുരാന് പോലും ലാസറിന് വിധി എഴുതാൻ പറ്റൂല. ഡാ കൊച്ചിറക്ക, അധികം വിളച്ചിലെടുക്കാണ്ട് വീട്ടിൽ പോയി ചാച്ചുറങ്ങാൻ നോക്ക്. എന്തിനാ വെറുതെ ആവശ്യമില്ലാത്ത പണിക്കൊക്കെ നിൽക്കുന്നത്? നിനക്ക് ആയുസ് ഇനിയുമുണ്ട്, വെറുതെ അതില്ലാണ്ടാക്കണോ? അതോ ചേട്ടന് കൊടുത്ത പോലെ അനിയനും പരലോകത്തുള്ള വഴി ഞാൻ നിന്റെ കാല് പിടിക്കാം, നീ എന്നെ അവൻ ലാസർ പറഞ്ഞിട്ട്. എന്റെ സത്യത്തിൽ കത്താൻ എനിക്ക് ലാസറിനാണ്. നിനക്ക് വേണ്ടി എല്ലാം അവസാനിപ്പിച്ചത് ഞാൻ. നിന്നെ ഇല്ലാണ്ടാക്കിയവരിലേക്ക് എത്താൻ എനിക്കിനി അധിക ദൂരമൊന്നുമില്ല. പക്ഷെ നീയില്ലാതെ എനിക്ക് പറ്റുന്നില്ല മിത്ര. രക്ഷ പ്ലീസ്, വേണ്ട. Stop it.
അവന് കാണാനൊന്നും പറ്റത്തില്ല. താനൊന്ന് മാറി നിന്നേ. ഞാൻ എന്റെ ധ്രുവനെ കണ്ടിട്ട് പെട്ടെന്ന് പൊക്കോളാം. എന്നെ വിട്. ഏതാ കുട്ടി നീ? ഞാൻ സർ, എനിക്കെന്റെ രുദ്രനെ ഒന്ന് കാണണം. ഞാൻ അവനെ കണ്ടിട്ട് പെട്ടെന്ന് പൊക്കോളാം. ഒരു ബുദ്ധിമുട്ടുണ്ടാക്കൂല. പക്ഷെ എനിക്കൊന്ന് കാണണം. കുട്ടി, പക്ഷെ ഇപ്പം വിസിറ്റേഴ്സിനെ അലോഡ് ചെയ്യാൻ പറ്റിയൊരു ടൈമിലല്ല. അവൻ നന്നായിട്ട് റെസ്റ്റ് എടുത്തോണ്ടിരിക്കുക. നമുക്ക് പോലും ഇപ്പൊ അങ്ങനെ കാണാൻ പറ്റില്ല. സർ പ്ലീസ് സർ, ഞാൻ നിങ്ങളുടെ കാല് പിടിക്കാം. ജസ്റ്റ് ഒന്ന് കാണാനെങ്കിലും സമ്മതിച്ചാൽ മതി. ഞാൻ ദൂരത്തൊന്ന് കണ്ടിട്ട് പെട്ടെന്ന് നോക്കണം. ഞാൻ ആർക്കും ബുദ്ധിമുട്ടുണ്ടാക്കൂല. പ്ലീസ് ജോണേട്ടാ, നിത്യനെ വിട്ടേനെ. അവളെ പോയി കണ്ടിട്ട് വരട്ടെ. മോളെ നിത്യ, നീ പോയി കണ്ടിട്ട് പോയോ? ജാനകി ആരാ അത്? ഏട്ടാ, അത് നമ്മുടെ ധ്രുവന്റെ. അന്ന് അവളെ കണ്ടിട്ട് തിരിച്ചു വന്നു. നമ്മുടെ മോന് അവനെന്നെ വിളിച്ചിരുന്നു ഇവളെ പറ്റി പറയാൻ വേണ്ടി. ധ്രുവ, ഞാൻ പറഞ്ഞതല്ലേ എന്റെ ലൈഫിലേക്ക് വരുന്നതാണ്. നീയും കൂടെ എന്റെ ജീവിതത്തിനില്ലാണ്ടാക്കിയില്ല. പിന്നെ ഞാൻ ജീവിച്ചിരിക്കില്ല ധ്രുവ. നിത്യ, നീ എൻ്റെ കൂടെ വന്നേ. ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ ഒന്നും ശരിയാവില്ല. ഇപ്പൊ തന്നെ നിന്റെ കോൽ നീ നോക്ക്. വാ, നമുക്ക് പോവാം. ആരാ അത്? മോനെ, അത് നമ്മുടെ ധ്രുവയുടെ. നിത്യ പ്ലീസ്, ഇനി നീ ഇങ്ങനെ കരഞ്ഞുകൊണ്ട് നിൽക്കല്ലേ. അവന് കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റാണ് അവൻ്റെ ഫാമിലി കൊടുത്തോണ്ടിരിക്കുന്നത്. എനിക്ക് ഉറപ്പാണ് അവൻ പഴയ പോലെ തന്നെ തിരിച്ചു വരും. നീ ഇങ്ങനെ കരഞ്ഞു കഴിഞ്ഞാൽ അന്ന എനിക്ക് പറ്റില്ലെന്ന. അവനെ കൂടെ എൻ്റെ ലൈഫിൽ നിന്ന് പോയി കഴിഞ്ഞാൽ ഞാനിനി മുന്നോട്ട് ജീവിക്കില്ല. എൻ്റെ മിത്രം പോയതിന് ശേഷം ഇനി എനിക്ക് ഒരു ലൈഫ് ഇല്ലാതെ ഞാൻ തീരുമാനിച്ചതാ. പക്ഷെ രുദ്രൻ അവൻ എൻ്റെ ജീവിതത്തിലേക്ക് വന്നതിന് ശേഷം എന്തോ നല്ല രീതിയിൽ ജീവിക്കാനുള്ളൊരാഗ്രഹം എനിക്ക് എൻ്റെ മനസ്സിൽ വന്നു തുടങ്ങി. പക്ഷെ അതും ദൈവം ഇത്ര പെട്ടെന്ന് തട്ടിത്തെറിപ്പിച്ച് കളയുന്നു ഞാൻ വിചാരിച്ചില്ല. അന്ന, നിനക്കൊരു കാര്യം അറിയാം, അവൻ എനിക്കിപ്പോൾ എൻ്റെ എല്ലാവാ. എനിക്ക് ജീവിക്കണമെന്ന് അത്രയ്ക്ക് ആഗ്രഹമുണ്ട്. പക്ഷെ അവൻ ഇനി ഇല്ലാണ്ടായ ഇനി നിത്യക്കേട്ടൊരു ജീവിതം ഇനി ഉണ്ടാവില്ല, അതുറപ്പാ. നിത്യ, എനിക്കപ്പം നിന്നോട് ചോദിക്കാൻ പറ്റുമോയെന്ന് എനിക്കറിയില്ല. എങ്കിലും ഞാൻ ചോദിച്ചു പോവാം. നീയും രുദ്രസാറുമായിട്ടുള്ള റിലേഷൻ, അതെനിക്ക് ഡൗട്ട് ഉണ്ടായിരുന്നു. പക്ഷെ ഞാനത് നിന്നോട് ചോദിക്കേണ്ട, അത് വേണ്ടാന്ന് വിചാരിച്ചിട്ട് തന്നെയാണ്. പക്ഷെ എനിക്കൊരു കാര്യം അറിയണം. ആരാ ഈ മിത്ര? നീ ഇടയ്ക്കിടയ്ക്ക് എൻ്റെ മിത്ര എൻ്റെ മിത്ര എന്ന് പറഞ്ഞ് സൈലൻ്റ് ആവുന്നുണ്ട്. കുറച്ച് നേരത്തേക്ക് നീ സ്റ്റക്കായി നിൽക്കുന്നുണ്ട്. എനിക്ക് മനസ്സിലാവാത്തോണ്ട് ചോദിക്കുക, ആരാ ഈ മിത്ര? മിത്രയ്ക്ക് എന്താ പറ്റിയേ? മിത്രയും നീയും തമ്മിലുള്ള റിലേഷൻ എന്താ?
മീൻസ് നിങ്ങൾ തമ്മിലുള്ള ബന്ധം എന്താ? ഇത്രയ്ക്ക് നീ അവൾക്ക് വേണ്ടി ജീവിതമൊക്കെ മാറ്റി വെക്കാൻ മാത്രം അവൾ ആരാ നിന്റെ ജീവിതത്തില്? മിത്ര മിത്ര എനിക്കെല്ലാമായിരുന്നു. മിത്ര അവളെന്റെ സഹോദരി എന്നതിലുപരി എനിക്ക് നല്ലൊരു സുഹൃത്തായിരുന്നു. സുഹൃത്തതിനേക്കാളും എൻ്റെ ജീവിതത്തെ ഏറ്റവും നന്നായിട്ട് വായിച്ചറിഞ്ഞൊരു ഡയറി എന്ന് വേണേൽ പറയാം. എൻ്റെ കുറ്റങ്ങളും എൻ്റെ കുറവുകളും എല്ലാം മനസ്സിലാക്കി എൻ്റെ കണ്ണിൽ നിന്ന് ഒരു തുള്ളി കണ്ണീര് വരെ വരാൻ ഇന്നേ വരെ അവൾ സമ്മതിച്ചിട്ടില്ല. അങ്ങനെ കണ്ണീരുണ്ടാവാനുള്ളൊരു സാഹചര്യം ഒരിക്കലും എൻ്റെ ജീവിതത്തിലേക്ക് വരരുതെന്ന് ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചിട്ടുള്ളൊരു വ്യക്തി എൻ്റെ മിത്ര. താങ്ക് യു സോ മച്ച് ഗൈസ്. നിങ്ങളില്ലായിരുന്നെങ്കിൽ ഇതൊന്നും നടക്കൂലായിരുന്നു. താങ്ക് യു സോ മച്ച്. ഇല്ല മാം, നിങ്ങൾ രണ്ടുപേരുള്ളതുകൊണ്ടാണ് ഇത്ര സക്സസ്ഫുൾ ആയിട്ട് നടന്നത്. എനിവേ കൺഗ്രാറ്റുലേഷൻസ് ഗൈസ്. നിങ്ങള് നമ്മുടെ ഒരു ഹോസ്പിറ്റലിൽ അത്ര അടിപൊളിയായിട്ടുള്ളൊരു കാര്യമാണ് ചെയ്തേക്കുന്നത്. കാരണം ഈ ഒരു സർജറി ഫെയിൽ ആയിരുന്നെങ്കിൽ ഒരിക്കലും നമുക്ക് ഇത്ര സക്സസ്ഫുൾ ആയിട്ട് നിൽക്കാൻ പറ്റത്തില്ല. കാരണം ഇത് നമ്മുടെ റെപ്യൂട്ടേഷനെ ബാധിക്കുന്ന ഒരു കാര്യമായിരുന്നു. എനിവേ കൺഗ്രാറ്റുലേഷൻസ് ബോത്ത് ഓഫ് യു. ആൻഡ് ഇങ്ങനൊരു പാർട്ടി നിങ്ങൾക്ക് വേണ്ടി ഞാൻ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. നിങ്ങളത് ഉറപ്പായിട്ടും അവിടെ ഉണ്ടായിരിക്കണം. താങ്ക് യു സാർ, താങ്ക് യു സോ മച്ച്. ഉറപ്പായിട്ടും ഞങ്ങൾ അവിടെ ഉണ്ടായിരിക്കും. എന്താണ് എന്റെ കൊച്ചിന് മാത്രം സന്തോഷം കാണുന്നില്ലല്ലോ? ഏയ്, സന്തോഷത്തിന് കുറവൊന്നുമില്ല. പക്ഷേ നമ്മളിത് ഫെയിലായി പോയിരുന്നെങ്കിൽ ആ കുഞ്ഞിന്റെ ലൈഫ് ആലോചിക്കുമ്പോഴേ ഒരു വിഷമം തോന്നുന്നു. ഇനിയിപ്പോൾ അതിന്റെ ആവശ്യമൊന്നുമില്ല. പിന്നെ ഇവിടുത്തെ പാർട്ടി കഴിഞ്ഞെന്ന് പറഞ്ഞത് എനിക്ക് നിന്റെ മട്ടൻ അതെനിക്ക് ഉറപ്പായിട്ടും വേണം. ആ മട്ടൻ ബിരിയാണി കഴിക്കാണ്ട് എനിക്കൊന്നും ഉറങ്ങാൻ പറ്റത്തില്ല. സോ എന്നെ കുട്ടി വിഷമിക്കാതെ വാ, നമുക്ക് പെട്ടെന്ന് അങ്ങോട്ട് പോയേക്കാം. വീട്ടിൽ കയറണ്ടേ? ഓ അടിയൻ ഉത്തരവ്. അങ്ങേക്ക് ഉണ്ടാക്കി തന്നില്ലെങ്കിൽ മറ്റാർക്കാണ് പ്രഭു ഞാൻ ഇതൊക്കെ ഉണ്ടാക്കി കൊടുക്ക? ഓക്കെ, എന്നാ പിന്നെ നമുക്ക് ആദ്യം പാട്ടിലോട്ടങ്ങ് പോയേക്കാം. പിന്നെ എനിക്ക് നിന്നോടൊരു കാര്യം പറയാനുണ്ടായിരുന്നു. നമ്മുടെ വിവേക് ഇല്ലേ? ഏത് വിവേക്? എന്റെ പൊന്നു മിത്ര, നീ ഇത്ര പെട്ടെന്ന് മറന്നോ? നമ്മുടെ കൂടെ നമ്മുടെ ബാച്ചിലുണ്ടായിരുന്ന വിവേക്. ഓ വിവേക്, ആ അവനെന്താ പ്രശ്നം? അവനിവിടെ വന്നിട്ടുണ്ട്. ഞാൻ ഇന്ന് കണ്ടിരുന്നു അവനെ. അവൻ ഇവിടെ ജോയിൻ ചെയ്തേക്കുന്നേ. ആണോ? എന്നിട്ട് നീ എന്ത് നേരത്തെ എന്നോട് പറയാഞ്ഞേ? എനിക്കൂടെ അവനെ കാണിച്ചു തന്നൂടായിരുന്നോ? അത് പിന്നെ ഞാൻ ഈ തിരക്കിലായതുകൊണ്ട് പിന്നെ നിന്റെ അടുത്ത് പറയാൻ വിട്ടുപോയി. അവൻ ഗൈനക്കിലാണ് സ്പെഷ്യലൈസ് ചെയ്തേക്കുന്നേ. അയ്യോ, എനിക്കും കാണണമെന്നുണ്ടായിരുന്നു. അവനെ കണ്ടിട്ട് എത്ര നാളായി. അതെ, അവൻ പണ്ടത്തെ പോലെ തന്നെയാ? ഇപ്പോഴും ആ ഗ്ലാമറൊക്കെ ഉണ്ടോ? എന്റെ മിത്ര കൊച്ചേ, ഇത്ര പ്രായമായില്ലേ നിനക്ക്? നിനക്ക് ഇപ്പോഴീ വായ്നോട്ടത്തിന് ഒരു കുറവായില്ലല്ലോ. അത് പിന്നെ അങ്ങനെയല്ലേ. കുറവൊന്നും വന്നിട്ടില്ല. അവനപ്പം അത്യാവശ്യത്തിൽ ഗ്ലാമറൊക്കെ ഉണ്ട്. എന്നാ ഇന്ന് ഉറപ്പായിട്ടും കണ്ടിട്ടേ പോകുന്നുള്ളൂ. പിന്നെ നിനക്ക് മട്ടൻ വേണ്ടേ? അതില്ലാണ്ട് എനിക്ക് പറ്റുമോ? എന്നാ പിന്നെ നമുക്ക് നാളെ കാണാം. ഉറപ്പായിട്ടും? ആന്നേ, നാളെ ഉറപ്പായിട്ട് നമ്മൾ കണ്ടിരിക്കും അവനെ. അത് പോരെ? എനിക്കത് മതി. പിന്നെ ഞാനൊരു കാര്യം ചോദിക്കട്ടെ? എന്താ കാര്യം പറയും? ആ കുഞ്ഞിന്റെ അമ്മ കിട്ടിയോ? അതിനെ കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നോ? ഇല്ലടാ, അതിനെ കണ്ടില്ല എന്നാ പറഞ്ഞേ. ആ കുഞ്ഞിനെ അവര് ഡെലിവറി സ്വയം ചെയ്തിട്ട് പോയേ. അവിടെ ഡെലിവറി ചെയ്ത് വെച്ചേക്കുമായിരുന്നു. നമ്മുടെ ഒരു സ്റ്റാഫാണ് കണ്ടത്. അവർ കണ്ടില്ലായിരുന്നെങ്കിൽ നമുക്കൊരിക്കലും ആ കുഞ്ഞിനെ രക്ഷപ്പെടുത്താൻ പറ്റത്തില്ലായിരുന്നു. കാരണം എന്താ പറയുക, നമുക്ക് കിട്ടുമ്പോഴത് ഓൾറെഡി സൈനസ് അടിച്ചിട്ടുണ്ടായിരുന്നല്ലോ. കാർഡിയാക് കംപ്രഷൻ കൊടുത്തോണ്ട് മാത്രമാണ് ആ കുഞ്ഞ് രക്ഷപ്പെട്ടെ. പിന്നെ എന്താ പറയുക, അതിൻ്റെ അമ്മേനെ കണ്ടാലും അത് ലീഗലി കേസാവെന്നൊക്കെയാണ് പറയുന്നത്. എന്താണേലും എനിക്ക് അത് കണ്ടപ്പോൾ ഭയങ്കര സങ്കടം തോന്നി മിത്ര. എനിക്കെന്തോ മതി ഇനി അതിൻ്റെ ഒന്നും ആവശ്യമില്ല. പിന്നെ നമുക്ക് വീട്ടിലേക്ക് പോയേക്കാം. അപ്പോൾ പാർട്ടിയോ? ഓ അങ്ങനെ സാധനം ഉണ്ടായിരുന്നല്ലേ? എന്നാ വാ.
റിയ ഒന്ന് അവിടെ നോക്കിക്കോണേ. ഞാൻ വാഷ്റൂം വരെ പോയിട്ട് പെട്ടെന്ന് വരാം. അതിനെന്താണ്, നീ പോയിട്ട് വാ. മിത്ര, വൈകുന്നേരം തൊട്ടേക്കല്ലേ. മിത്ര, ഈ സിപ്പ് എടുത്തേ. അയ്യോ എന്റെ അമ്മച്ചിയോ, എന്റെ വാ പൊള്ളുന്നു. നീ തീർന്നടാ, നീ തീർന്നു, നീ ശരിക്കും തീർന്നു. നിനക്ക് ഇത്ര അഹങ്കാരമാണ്. ദേ പോണവൻ, രാമോദരൻ തല്ലിയവൻ, പിടിച്ചോ പിടിച്ചോ, കോട്ടയുടെ ശക്തിമാൻ. ഇതാണ് നിത്യയോ? ആ എന്റെ തലയെന്താ നേരെ നിക്കാത്തെ? എന്റെ ഈശ്വര, ഇവള് എന്ത് കോലത്തിലാ? അയ്യോ നിത്യ, മതി വാ നമുക്ക് വീട്ടിൽ പോവാം. ഞാൻ വണ്ടി എടുക്കാം, നീ പെട്ടെന്ന് വരണം കേട്ടോ. ഞാനവിടെ വെയിറ്റ് ചെയ്യും. നിത്യ കൊച്ചി, നീ അവിടെ വെയിറ്റ് ചെയ്തോ, ഞാൻ ഇപ്പൊ വരാം. ഒന്ന് വാഷ്റൂം പോയിട്ട് വരട്ടെ, അല്ലെങ്കിലേ ഇവർക്ക് 2 സ്റ്റെപ്പ് ഇട്ട് കൊടുത്തിട്ട് ഞാൻ ഇപ്പൊ വരാം. എന്റെ കർത്താവേ, എന്നെ ബോഡി ചേട്ടന്. നല്ല രസമുണ്ട്. ഏയ് ഹലോ, ഈ ബോഡി ചേട്ടാ, തനിക്ക് ഇവിടുത്തെ വാഷ്റൂം എവിടെയാണെന്നറിയാവോ? ഞാൻ കുറെ നേരെ തപ്പി നടക്കുന്നു, ഒന്ന് പറഞ്ഞുതരോ? എനിക്കൊന്നും അറിയില്ല. ചുമ്മാ മനുഷ്യരെ വഴിതെറ്റിക്കാൻ നടക്കുക. ഇത്ര ഭംഗിയാ. കയ്യില് ശരിയില്ലെങ്കിലും കാണാൻ കൊള്ളാം. നീ ഏതാ? നീ എന്ത് ഈ സമയത്ത് ഇവിടെ? വീട്ടിൽ പോറിയില്ലേ? അതന്വേഷിക്കും താനാരോടോ? പോണോ ഇവിടുന്ന്? അല്ല പിന്നെ. ആ അടിപൊളി, കൊച്ചു കൊള്ളാം. ഇങ്ങോട്ട് വാ പൊട്ടാ. നീ ഒച്ച ഉണ്ടാക്കല്ലേ. എന്നാ ഇതിട്ടോ. ഇതുവഴി വാ. എനിക്ക് ആ CCTV ഫുട്ടേജ് മൊത്തം വേണം, പ്രത്യേകിച്ച് ആ സ്ട്രീറ്റിലെ. എന്റെ മിത്ര, നീ ഇതെവിടെയായിരുന്നു? ഇത്ര നേരം ഞാൻ നിന്നെ അന്വേഷിക്കുന്നേ. നീ ഒന്ന് വന്നേ. അയ്യോ, കുറെ നേരമുണ്ട് കൊച്ചന്വേഷിക്കുന്നേ. ഒരു സംഭവം ഉണ്ടായി, കോമഡിയാ. എനിക്ക് നിന്നോടത് പറഞ്ഞില്ലെങ്കിൽ സമാധാനം കിട്ടത്തില്ല നിത്യ. എന്നാലും മറ്റുള്ളവരെ ഇങ്ങനെ സഹായിക്കാനുള്ളൊരു മനസ്സൊക്കെ ദൈവം ഒരാൾക്ക് കൊടുക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഭയങ്കര സംഭവമാണ്. നീ ഇതാരെ പറ്റിയാ പറയുന്നേ? നിനക്ക് എന്താ പറ്റിയേ? ഞാനെന്തിനാ അവളെ പറ്റി ഇങ്ങനെ ആലോചിച്ചോണ്ടിരിക്കുന്നേ? അല്ലെങ്കിലും അവളെന്റെ ആരാ? എനിക്ക് അവളെ പറ്റി ചിന്തിക്കേണ്ട കാര്യമില്ല. ഓ എന്റെ നിത്യ കൊച്ചേ, ഉമ്മ എന്നൊക്കെ പറഞ്ഞ എന്റെ പൊന്നോ, ഒന്നൊന്നരയായി പോയി. ജീവിതത്തിൽ ആദ്യമായിട്ടാ എനിക്ക് എന്നാലും
ഞാൻ എന്തിനാ അവൻ്റെ അടുത്ത് അങ്ങനെയൊക്കെ കാണിച്ചെന്ന് ആലോചിക്കുമ്പോഴേ അവനൊരു പൊട്ടൻ. ശ്ശോ, പൊട്ടൻ. എന്നാലും എന്റെ പർച്ചേസ് പോയില്ലേ. ഈശ്വര, രാവിലെ എഴുന്നേക്കുമ്പോൾ ചെയ്ത ഓർമ്മയൊക്കെ ഉണ്ടായാൽ മതിയായിരുന്നു. മിത്ര, നീ എഴുന്നേക്കുന്നുണ്ടോ? സമയം നേരം എടുത്തുട്ടോ. എന്തൊരു ക്ഷീണമായത്. തലയ്ക്കൊക്കെ എന്താ ഇങ്ങനെ വേദന എടുക്കുന്നേ? എഴുന്നേറ്റോ നീ? അതൊക്കെ ഞാൻ എഴുന്നേറ്റു. എവിടെ എന്റെ മട്ടൻ ബിരിയാണി? ഓ, ആ ഓർമ്മയുണ്ടോ അപ്പോ? പിന്നില്ലാതെ എനിക്കെത്ര മറവിയുണ്ടോ? മറവിയുടെ കാര്യമൊന്നും മോള് പറയണ്ട. ഓ, എന്നെ ടേസ്റ്റ് ആണേ. ആ, ഇന്നലെ ഉണ്ടാക്കി ഫ്രിഡ്ജിൽ കയറ്റി വെച്ചതിന്റെയാ ഇത്രയ്ക്ക് ടേസ്റ്റ് വരുന്നേ. അതെന്നാ നീ എനിക്ക് ഇന്നലെ തിന്നാൻ തന്നില്ലായിരുന്നോ? മിത്ര, നീ സീരിയസ് ആയിട്ട് പറയുന്നതാണോ? നിനക്കൊന്നും ഓർമ്മയില്ലാന്ന്? തമാശയാണെങ്കിൽ അത് വേണ്ട. അയ്യോ, തമാശയല്ലേ, സീരിയസ് ആയിട്ട് പറഞ്ഞത്. അപ്പൊ മിത്ര, ഇന്നലെ നടന്ന ഒരു കുറേ നേരം തപ്പി കണ്ടില്ല. നീ എന്റെ അടുത്ത് പോവാം. നീ ഇങ്ങനെ മുഖം വീർപ്പിച്ചിരിക്കല്ലേ? ഇന്നലത്തെ കാര്യം ആലോചിച്ചിട്ടാണെങ്കിൽ അത് സാരമില്ല, വിട്. അങ്ങനത്തെ കാര്യങ്ങളൊന്നും നിന്റെ ലൈഫിൽ നടന്നിട്ടില്ല എന്ന് വിചാരിച്ച് നമുക്കത് വിട്ട് കളയാം. വെറുതെ അതിനെപ്പറ്റി ആലോചിച്ചിരിക്കണ്ട മിത്ര. അവൻ ഇതുവരെ വന്നില്ലല്ലോ. പിന്നെ ഇന്നെങ്ങനെ അവിടെ എത്തും. നീ ഒരു കാര്യം ചെയ്യ്, താഴെ പോയി അവനെ കൂട്ടിട്ടോ. അവനാണ് അവിടെ കിടന്ന് വട്ടം കറങ്ങി കളിക്കുന്നുണ്ടോ, വഴി അറിയാണ്ട്. ആ, ഓക്കെ, ഞാൻ പോയിട്ട് വരാം. നീ ഇവിടെ ഇരിക്കണേ. ഇയാളെ ഞാൻ എവിടെ കണ്ടിട്ടുണ്ടല്ലോ. ഓർമ്മ കിട്ടുന്നില്ല. എന്നാലും നല്ല പരിചയമുള്ള പോലെ. ശരാ, എവിടെ ഞാൻ കണ്ടേ? ഇയാളെ പിന്നെ ഞാൻ എവിടെ കണ്ടിട്ടുള്ളേ? ഇവരിത് എവിടെ നിക്കാന്നാ പറഞ്ഞേ?
വിവേക് ഇവിടെ വെറുതെ അല്ല മിത്ര പറഞ്ഞു നീ ഇവിടെ കറങ്ങി നടപ്പുണ്ടായിരിക്കുമെന്ന്. വാ നമുക്ക് അങ്ങോട്ട് പോവാം. ഞാനിവിടെ കൊറേ നേരം വന്നിട്ട് നിങ്ങൾ തപ്പി നടക്കുവായിരുന്നു. ഞാൻ അപ്പോഴേ പറഞ്ഞില്ല നിത്യ അവനോട് കിടന്ന് വട്ടം കറങ്ങി നടക്കുമായിരുന്നു. ഇതാരെന്റെ മിത്ര കൊച്ചോ? ഇഷ്ടപ്പെട്ട കൂടുതൽ തമാശ കളിക്കാൻ വരണ്ട. എനിക്ക് ഇതിനോട് സംസാരിക്കാൻ താല്പര്യമില്ല. അല്ല എന്നോട് മിണ്ടണ്ടൊക്കെ ഞാൻ നിന്നോട് എന്താ ചെയ്തേ? എന്താണ് നിത്യ പ്രശ്നം? വിവേക് ഈ പ്രശ്നത്തിൽ ഇടപെടാൻ എനിക്ക് തീരെ താല്പര്യമില്ല. കാരണം ചിലപ്പം നീ വന്നത് ഇവളോട് പറയാത്തോണ്ടായിരിക്കാം. അത്രമാത്രം ഞാൻ നിന്നോട് പറയുന്നുള്ളൂ. ഇതിന് പരിഹാരം നീ തന്നെ കണ്ടോ. വിവേക് ഞാൻ പോയി കോഫി എടുത്തിട്ട് വരെ. ഓർഡർ ചെയ്തിട്ട് കുറച്ച് സമയം. മിത്ര ഞാനിപ്പോ വരാട്ടോ. അയ്യോ ഇപ്പൊ തന്നെ പോണോ? കുറച്ച് കഴിഞ്ഞിട്ട് പോരെ? അല്ല നീ എന്തിനാ എന്നെ ഇങ്ങനെ നോക്കുന്നേ? ഞാനൊന്നും ചെയ്തില്ലല്ലോ. ഒന്ന് പോടാ പറ്റി. അല്ലെങ്കിൽ നീ ഇപ്പൊ എന്തെങ്കിലും ചെയ്താലും എനിക്ക് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. പിന്നെ അയ്യോ മിത്രയുടെ തമാശ. അതെനിക്ക് എവിടെയോ കൊണ്ടുപോലെ തോന്നല്. നിനക്ക് തോന്നാണ്ടിരിക്കോ? എനിക്കത് വിഷയമുള്ള കാര്യമേ അല്ല. നീ ഒന്ന് പൊക്കെ വിവേക്. ദേ വെറുതെ എന്റെ അടുത്ത് തമാശ കളിക്കാൻ നിൽക്കണ്ട. മിത്ര പ്ലീസ് ഡാ, പെണങ്ങല്ലേടാ. ഞാനേ സർപ്രൈസ് ആയിട്ട് വരാന്ന് വിചാരിച്ചാ, പക്ഷെ നിത്യ എന്നെ കാണുന്ന ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല. നീ കൂടുതലോട് സംസാരിക്കാൻ നിൽക്കണ്ട. നീ പൊക്കെ വിവേക്. നിത്യ ഇവന്റെ അടുത്ത് എന്നോട് മിണ്ടണ്ടാന്ന് പറ. ആഹാ ഇത് കഴിഞ്ഞില്ല ഇതുവരെ. ഞാൻ വിചാരിച്ചപ്പോ തീർന്ന് നിങ്ങൾ സോൾവ് ആയിട്ടുണ്ടാവും. അതിന് ഇവള് സമ്മതിക്കണ്ടേ? ചുമ്മാ കിടന്ന് വഴക്കുണ്ടായിക്കൊണ്ടിരിക്കുക. നീ ഒന്നും പറ നിത്യ. നീ കൂടുതൽ പറയുന്നു വേണ്ട. നീ അവളുടെ അടുത്ത് പറയാണ്ട് വന്നിട്ടല്ലേ. നീയും കൂടെ അവളുടെ കൂടല്ലേ. മിത്ര പ്ലീസ് നൂഡിൽസ് മേടിച്ചു തരാം. മിത്ര പോട്ടെ. നമ്മളല്ലെങ്കിൽ പിന്നെ ആരാ അവനോട് ക്ഷമിക്കുക? നമ്മുടെ വിവേകല്ലേ. മാത്രല്ല നിനക്ക് ഇതിലും നല്ലൊരു അവസരം ദൈവം തരത്തില്ല. കോളേജിൽ നിന്ന് അവൻ നിന്നെ പറ്റിച്ചതല്ലേ. മാക്സിമം നീ യൂട്ടിലൈസ് ചെയ്തോ. ന്യൂഡിൽസ് മാത്രല്ല എന്റെ കുട്ടിക്ക് എന്താണോ വേണ്ടേ അതൊക്കെ മേടിച്ചോ. എടി ദുഷ്ടേ, വല്ലാത്ത ചതിയായി പോയത്. സാരമില്ല, വാ പോവാ. ഇന്ന് ഭക്തി പറഞ്ഞ സാധനം കൂടെ മേടിച്ചാലോ? അതാവുമ്പോ ഇനി അതിനു വേണ്ടി മാത്രമായിട്ട് നമ്മൾ പുറത്തോട്ട് ഇറങ്ങേണ്ട ആവശ്യം വരത്തില്ല. അത് ശരിയാ. എന്നാ പിന്നെ അതിനായിട്ട് നമ്മൾ ഇനി വേറൊരു ദിവസം ഇറങ്ങേണ്ട കാര്യമില്ല. ഇത് ഒരുപാടുണ്ടല്ലോ. എനിക്ക് ഇത്ര ഹെവിയൊന്നും ഇഷ്ടമല്ല നിത്യ. അതെനിക്കും അറിയാം. നമുക്ക് നോക്കി നോക്കാം. ചെറുതെന്തേലും ഉണ്ടാവും. നിത്യ ഇത് നോക്കിയേ. ഇത് നല്ല ഭംഗിയില്ലേ? ഇത് നിനക്ക് നന്നായിട്ട് ചേരും. നിന്റെ കഴുത്തിന് നല്ല രസമായിരിക്കും കിടക്കുന്ന കാണാൻ വേണ്ടിട്ട്. എനിക്ക് തോന്നുന്നു ഇത് നിനക്ക് മതിയോ? നീ നോക്കിയിട്ട് നോക്ക്. ഇത് നല്ല ഭംഗിയുണ്ട്. എനിക്കിത് മതി. എനിക്കിത് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അതിന് നീ ഇതൊന്ന് ഇട്ട് നോക്കിയാലേ മനസ്സിലാവുള്ളൂ. അതിന് ഞാനിട്ടാലും നീ ഇട്ടാലും ഒരുപോലെ അല്ലേ മിത്ര. എനിക്കത് മതി. നിനക്ക് ശരിക്കും അത് ഇഷ്ടമായോ? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എനിക്കിപ്പോൾ ഏതെടുക്കാം? ഈ മാല എങ്ങനെയുണ്ട് നിത്യ? നല്ല രസമുണ്ടോ? എനിക്കിത് ഇഷ്ടമായി. എനിക്ക് ചേരുമോ ഇത്? നോക്കിക്കേ ഭംഗിയുണ്ടോന്ന്. ഇത് ശരിക്കും നല്ല ഭംഗിയുണ്ട് മിത്ര. ഇത് നീ എടുത്തോ. നിന്റെ കഴുത്തിന് നന്നായിട്ട് ചേരുന്നുണ്ട്. ആണോ? എനിക്കും തോന്നി. എനിക്കത് ഇഷ്ടമായി. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇതെടുക്കാം അല്ലേ? എന്നാ പിന്നെ ഭക്തിക്ക് ഇതെടുക്കാം. ഇത് നല്ല രസമില്ലേ? ഇത് മതിയാവായിരിക്കല്ലേ നിത്യ? അവക്കാകുമ്പം ചേരുവായിരിക്കും ഇത്. അത് മതി. നല്ല രസമുണ്ട്. എന്നാ പിന്നെ നമുക്ക് പാക്ക് ചെയ്താലോ? പാവം വിവേക്, അവൻ കുറെ നേരമായിട്ട് നമ്മൾ നോക്കി നിൽക്കുന്നുണ്ടാവും. നമുക്ക് പെട്ടെന്ന് പോവാം. വന്നോ രണ്ടും കൂടെ? എത്ര നേരം മനുഷ്യൻ ഇവിടെ നോക്കി നിൽക്കുന്നേ? നിങ്ങൾ പുതിയ മാളുണ്ടാക്കാൻ പോയതാണോ അതോ സാധനം മേടിക്കാൻ പോയതാണോ? ഇതിലേതാ ശരിക്കും നടന്നേ? അച്ചടാ ചൂടാവുമ്പോ കൊച്ചിനെ കാണാൻ നല്ല ഭംഗിയുണ്ട്. പേരെന്താ? പേര് നിന്റെ പൊക്കോളുണ്ടോ മിത്ര? അറിവികെട്ടും പൈത്യക്കാരാ സണ്ടാളാ. നീ ആരെക്കിട്ട കോപ്പണ്ണ തെരിയതാ? അമ്മേ അതൊക്കെ ആര്? അയ്യോ ഞാനാ. എന്റെ പൊന്നുമിത്ര, പഴയ നിന്നെ തന്നെ സഹിക്കാൻ മേല. പിന്നല്ലേ പുതിയ നീ. പിന്നെ വാ. പൈത്യക്കാരി ഇപ്പൊ വരണ്ട. പിന്നെ പോ. ശേ പിന്നെ വാ. കൊറേ നേരം ഞാൻ സഹിക്കുന്ന. രണ്ടും കൂടെ കിടന്ന് കളിക്കാൻ തുടങ്ങിട്ട് എന്റെ സ്വഭാവം മാറണ്ടെങ്കിൽ മര്യാദയ്ക്ക് വന്നോ. ഇപ്പൊ രണ്ടും കൂടെ എന്റെ കൂടെ വന്നില്ലെന്നുണ്ടെങ്കിൽ രണ്ടിന് ഇവിടെ ഞാൻ എന്റെ പാട്ടിന് പോകും. എനിക്ക് മട്ടൻ ബിരിയാണി വേണം. നീ ഇവിടെ നിന്നു, ഞാൻ പോവാ. മട്ടൻ ബിരിയാണിയോ? അപ്പൊ പിന്നെ ഞാൻ എന്തോ ചെയ്യും? എനിക്കും വേണം, ഞാനും വരുവാ. എന്റെ പൊന്നു വിവേകം, ഒന്ന് സ്പീഡിൽ പോകാവോ? നാളെ എനിക്ക് കേസിന് കയറാനുള്ളതാ. ഇതിലും നല്ല ഞാൻ ടാക്സി വിളിക്കുന്നതായിരുന്നു. അങ്ങനെയാണെങ്കിൽ ടാക്സി വിളിച്ച് പോടി. ഒന്ന് പോടാ പട്ടി. വീടെത്തി രണ്ടും ഒന്ന് നിർത്താവോ? എത്ര നേരമേ തുടങ്ങിയിട്ട്. വിവേക് നൈറ്റാണ്, സൂക്ഷിച്ചു പോകണം കേട്ടോ. വീട്ടിലെത്തിയപാടെ നീ എനിക്ക് മെസ്സേജ് അയക്കണം.
അല്ലാതെ മിണ്ടാതിരുന്നേക്കില്ല. ഓ പിന്നെ ഇവനാണോ ചെന്ത് വാട കിടന്നുറങ്ങും, നിനക്ക് മെസ്സേജ് അയക്കാൻ മറക്കും. നീ കൂടുതൽ എന്നെ മര്യാദ പഠിപ്പിക്കാണ്ട് പോയി കിടന്നുറങ്ങാൻ നോക്ക്. നിത്യക്ക് ഞാൻ മെസ്സേജ് അയച്ചോളാം. നിത്യ ശരി എന്നാ, നാളെ കാണാം. ഞാൻ പോവാ. മിത്ര, ഇതിന് സൗണ്ട് ഒക്കെ കേൾക്കണേ? നീ ഓക്കെ അല്ലേ? എനിക്ക് കുഴപ്പമൊന്നുമില്ല. ഇന്ന് നിനക്ക് കേസിന് കയറാനുള്ളതാണോ? ഈ പെട്ടെന്ന് റെഡി ആയിട്ടും താഴോട്ട് വന്നേ. ഞാൻ ഇവിടെ ഫുഡ് ഉണ്ടാക്കി വെച്ചിട്ട് കുറെ നേരമായി. എന്താ അവിടെ ശരിക്കും നടക്കുന്നേ? നിത്യ, ഞാൻ സ്വപ്നമല്ലടി, ഒരു സുന്ദരം ചേർക്കൻ. നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ വേണ്ടി. ഈ രാവിലെ കണ്ട സ്വപ്നങ്ങളൊക്കെ ഫലിക്കോ? പക്ഷെ ഞാൻ അവനെ എവിടെയോ കണ്ടിട്ടുണ്ട്. അതെവിടെയാന്ന് മിത്ര, നിനക്കെന്നെ എനിക്കെന്ത് പറ്റി? അതെ, ഞാനും വരുന്നോടെ നിൽക്കേ. ഈ കേസ് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണല്ലോ. നമുക്കേതായാലും ടീംസിനെ ഇൻഫോം ചെയ്യാം. ഒരു കാര്യം ചെയ്യ്, ഡോക്ടർ മിത്രയുടെ അടുത്ത് ആദ്യം പറ, അതും ഡോക്ടർ നിത്യയുടെ അടുത്തും പറഞ്ഞോളൂ. രണ്ടുപേരടുത്തും പെട്ടെന്ന് റെഡി ആവാൻ പറ. ഓക്കെ സാർ, ഇൻഫോം ചെയ്യാം. എന്റെ മിത്ര, ഞാൻ മടുത്തു. ഇനി എനിക്കൊന്നിനും പറ്റൂല. അയ്യോ അങ്ങനെ പറയല്ലേ, നമുക്കുള്ള അടുത്ത പണി വന്നിട്ടുണ്ട്. മോളിങ് വന്നേ. നിത്യം നമ്മള് പോവണോ? വേണ്ടെന്നാ തോന്നുന്നേ. വിവേക് എവിടെ? വിവേക് നിക്കുന്നു. ഗുഡ് ആഫ്റ്റർനൂൺ സർ. മിത്ര മുറുക്ക് പിടിച്ചോ? ഞാൻ പിടിച്ചിട്ടുണ്ട് നിത്യ. ഇനിയിപ്പോ വിട്ടു കഴിഞ്ഞാൽ പിന്നെ ഇവനെ കിട്ടത്തില്ല. അവിടെ എന്തോ കാര്യമായിട്ട് നടക്കുന്നുണ്ട്. കുറെ പെണ്ണുങ്ങളും പോകുന്നുണ്ട്. എനിക്കും പോകണം. ശേ, ഇതെന്നെ ഇത്? ഈ രണ്ടും കൂടെ എന്നത്തിന് എന്നെ പിടിച്ചു വെച്ചേക്കുന്നത്? ഞാൻ അങ്ങോട്ട് നോക്കിയതല്ലേ ഉള്ളൂ, പോയില്ലല്ലോ. എന്റെ കൈ വേദന എടുത്തിട്ട് വയ്യ. പട്ടി, നീ കൂടുതൽ അങ്ങോട്ട് വർത്താനം പറയാൻ നിൽക്കണ്ട. നീയേ പോയാ പിന്നെ ഇപ്പൊ നിന്നെ കിട്ടത്തില്ല, അതുകൊണ്ട് നിന്നെ പിടിച്ചു വെച്ചേ. അതിന് മാത്രം എന്നെ കൊണ്ട് നിങ്ങൾക്ക് ഇപ്പൊ എന്താ വേണ്ടേ? വല്ല കൊട്ടേഷനാണ് എന്നെ ഏൽപ്പിക്കണ്ട, എന്നെ കൊണ്ട് പറ്റത്തില്ല. ബെസ്റ്റ് കൊട്ടേഷൻ ഏൽപ്പിക്കാൻ പറ്റിയൊരു സാധനം. എടാ, വിഷുവിന് പടക്കം പൊട്ടിക്കുന്നു വിചാരിച്ചിട്ട് ആ ഫെസ്റ്റിവലിന് വരാൻ താളെടാ നീ. അത് പിന്നെ എനിക്ക് പടക്കം പേടിയായതുകൊണ്ടല്ലേ, അല്ലാണ്ട് വേറൊന്നുമല്ലല്ലോ. എന്റെ പൊന്ന് വിവേക്, സ്ക്വയറിൽ ഹലോണ്ടയുടെ പ്രോഗ്രാം ഉണ്ട്, നീ വരണം. നിത്യ നീ വാ, ഇനി നിന്നാലേ എന്റെ കയ്യിൽ നിന്ന് പോവും. പ്രേതങ്ങളുടെ പരിപാടിയല്ലേ? ഞാനിപ്പോ വന്നതാ. ഒരു കാര്യം ചെയ്യും, നിങ്ങൾ വിട്ടോ, ഞാനേ പിക്ക് ചെയ്യാൻ വേണ്ടി വരാം. കഴിയുമെന്നെ വിളിച്ചാ മതി. വിളിച്ചാ മതി, വരാം. എനിക്ക് പേടിയാവും. നമുക്ക് പോവാം, സമയം രാത്രിയില്ലേ? ആണോ? ഒരു കാര്യം ചെയ്യ്, നീ അവിടെ നിന്ന് ഞാൻ പോയി വണ്ടി എടുത്തിട്ട് വരാം. ഓക്കെ? ഇതെന്താ കാണിക്കുന്നേ? ഇത് തന്റെ അടുത്താ പറഞ്ഞേ വിധാൻ. ചിലക്കാണ്ടിക്കടി പിടിച്ചു കേട്ടോളാ. നിത്യ, 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 നിങ്ങൾ ആരാ? എന്നെ ഒന്ന് വിട്. മിത്ര, മിത്ര, അയ്യോ വണ്ടി ഒന്ന് നിർത്ത്. അവളെ ഒന്ന് വിട്. നിങ്ങൾ ആരാ? ഹലോ വിവേക്, മിത്രനെ ആരോ പിടിച്ചോണ്ടുപോയി. ഹലോ ഹലോ നിത്യ, നീ എന്താ പറയുന്നേ? വിവേക്, മിത്രനെ നീ ഒന്ന്
പെട്ടെന്ന് വാ. എടാ നിത്യ, ഇതെന്താ പറ്റിയേ? മിത്ര എവിടെ? അവക്കെന്താ പറ്റിയേ? എനിക്കൊന്നും അറിയില്ല വിവേക്. അവള് വണ്ടി എടുക്കാൻ പോയത്, അവളെ ആരൊക്കെ ഒന്ന് പിടിച്ചോണ്ട് പോയി. എനിക്ക് പേടിയാവുന്നു. അവളെന്തെങ്കിലുമൊക്കെ ചെയ്യുമോ? നീ പേടിക്കാതെ വാ, നമുക്ക് പോലീസ് സ്റ്റേഷനിലേക്ക് പോവാം. അതിനുശേഷം എന്റെ ജീവിതം മൊത്തത്തിൽ മാറി. ഞാൻ ഡിപ്രഷനിലേക്കൊക്കെ പോയി. ഉറങ്ങാൻ മെഡിസിൻ അല്ലാണ്ട് പറ്റാണ്ടായി. അവളുടെ ഓർമ്മകള് എന്നെ വല്ലാണ്ട് ബുദ്ധിമുട്ടിക്കുന്നുണ്ടായിരുന്നു. ഞാൻ എന്നെ തന്നെ കുറെ ഇല്ലാണ്ടാക്കാൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. മുന്നോട്ട് ജീവിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായതുകൊണ്ട് എൻ്റെ ജീവിതം തന്നെ വേണ്ടാന്ന് വെച്ചു. ഞാൻ ശരിക്കും ഒരുപാട് ഡിപ്രസ്ഡ് ആയിപ്പോയി. അതിനൊക്കെ മുമ്പ് ആ പ്രശ്നം നടന്നു ഞാനും വിവേകും കൂടെ സ്റ്റേഷനിൽ പോയി. നടന്ന കാര്യങ്ങളൊക്കെ സ്റ്റേഷനിൽ എല്ലാവരോടും പറഞ്ഞു. പോലീസുകാർ ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ എഴുതിയെടുത്തു. കുറച്ച് നാള് അതിനെപ്പറ്റി അന്വേഷണം കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഒരു തെളിവും കിട്ടാതായപ്പോൾ അവര് തന്നെ അത് ഉപേക്ഷിച്ചു. ഇപ്പോഴും നിത്യ എവിടെയാണ് ഞങ്ങൾക്ക് ആർക്കും അറിയത്തില്ല. അവളെ പിടിച്ചുകൊണ്ടായ വണ്ടിയുടെ നമ്പർ എനിക്ക് ഓർമ്മയുണ്ട്. പക്ഷെ ആ നമ്പർ ഒരു ഫാൻസി നമ്പർ ആയിരുന്നു. അത് സ്റ്റാർട്ട് ചെയ്തിരുന്നത് 0. ഇതിന്റെ ബാക്കി എവിടെ? അയ്യോ, ഇത്രയുള്ളോ? ഇതിന്റെ ബാക്കി എഴുതിയിട്ടില്ലേ? ഇനി എന്താ ചെയ്യാ? ആ നമ്പർ ഉണ്ടായിരുന്നെങ്കിൽ എങ്ങനെയും കണ്ടുപിടിക്കായിരുന്നു. ഹലോ, അതെ, റൂംമേറ്റ്സ് ആയി കഴിഞ്ഞാലേ ഞാൻ ഒറ്റയ്ക്ക് ഫുഡ് ഉണ്ടാക്കാന്നല്ല, താനും കൂടെ കൂടണം. എടാ, ഐ എം സോറി. ഞാൻ അറിഞ്ഞോണ്ടല്ല, നിനക്കറിയാലോ. എനിക്കറിയാം. ഈ ഡയറി കൊണ്ടിരിക്കാൻ തുടങ്ങിയിട്ട് കുറച്ച് ദിവസങ്ങളായില്ലേ. എന്തായി? ലാസ്റ്റ് വരെ എത്തിയതാ. മിത്രേച്ചി എവിടെയാന്നുള്ളതിന്റെ ഏകദേശം വരെ. കാരണം മിത്രേച്ചിനെ കൂട്ടിക്കൊണ്ടുപോയ മീൻസ് പിടിച്ചുകൊണ്ടുപോയ വണ്ടിയുടെ നമ്പർ മിത്രേച്ചിക്ക് അറിയാം. ചേച്ചി അത് ആകെപ്പാട് 0 എന്ന് മാത്രമേ എഴുതിയിട്ടുള്ളൂ, ബാക്കിയൊന്നും എഴുതിയിട്ടില്ല. മാത്രമല്ല അതൊരു ഫാൻസി നമ്പറാന്നാ പറഞ്ഞേ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആ നമ്പർ നോക്കിയിട്ട് കണ്ടുപിടിക്കാൻ പറ്റൂലേ? എൻ്റെ പൊന്നു എൻ്റെ ഭദ്രേ, അതൊന്നും ഇവിടെ നടക്കുന്ന കാര്യമൊന്നുമല്ല. ഫാൻസി നമ്പറുള്ള എത്രയോ ആൾക്കാരുണ്ട്. എന്നാലും ഞാൻ എങ്ങനെയാ ഇതിന്റെ ആളെ കണ്ടുപിടിക്കുക? തൽക്കാലം നീ ആ ഡയറി അവിടെ വെക്ക്, നമുക്കെന്തെങ്കിലും ചെയ്യാം. ഇല്ലടാ, മിത്രേച്ചിക്ക് എന്താ പറ്റിയെന്നറിയാഞ്ഞിട്ട് എനിക്ക് ഭയങ്കര വിഷമം. ഇനി ചേച്ചി ജീവനോടുണ്ടെങ്കിലോ? ഞാൻ വഴി എന്തെങ്കിലുമൊക്കെ ചെയ്ത് എൻ്റെ ഏട്ടന്മാരുടെയൊക്കെ ഹെൽപ്പൊക്കെ ചോദിച്ച് എങ്ങനെയും കണ്ടുപിടിക്കാൻ പറ്റുവാണെന്നുണ്ടെങ്കിൽ. എൻ്റെ പൊന്നും ബുദ്ധു, അതിനാദ്യം നീ നിത്യേച്ചിനെ കണ്ടുപിടിക്കണം. എന്നാലല്ലേ മിത്രേച്ചിയുടെ അടുത്തോടെ എത്താൻ പറ്റുള്ളൂ. നിത്യേച്ചിനെ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ മിത്രേച്ചിനെ പറ്റിയുള്ള കുറച്ചൊരു കാര്യങ്ങൾ നിനക്ക് അറിയാൻ പറ്റൂലേ? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിന്റെ ചേട്ടന്മാരുടെ ഹെൽപ്പ് ചോദിച്ചാൽ അവർ വഴി നിനക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റൂലേ? എന്തായാലും നാളെ നീ വീട്ടിൽ പോകാൻ വേണ്ടി നിൽക്കുമല്ലേ? ചേട്ടൻ്റെ മാരേജ് എന്നല്ലേ പറഞ്ഞത്? മാരേജ് അല്ല, പെണ്ണ് കാണല. എന്താണെങ്കിലും നീ പോവല്ലേ? എന്നാ പിന്നെ അങ്ങനെ തന്നെ ചോദിച്ചൂടെ? അതിന് ഞാൻ ഒറ്റയ്ക്കാണോ പോന്നേ? നീ വരുന്നില്ലേ? ഞാൻ വരണോ? പിന്നെ നീയും കൂടെ വരാന്ന് ഞാൻ വീട്ടിൽ പറഞ്ഞതാ. അമ്മ നിന്നെ കാത്തു നിൽക്കും, നീ വായോ. ഓക്കെ, എന്നാ പിന്നെ എനിക്കൊരു ധൈര്യമായി. കാരണം നീയും കൂടെ ഉണ്ടെങ്കിൽ എനിക്ക് മിത്രേച്ചിനെ കണ്ടുപിടിക്കാൻ പറ്റും. അത്രയ്ക്ക് നിനക്ക് കോൺഫിഡൻ്റ് ഉണ്ടെങ്കിൽ നിന്റെ ജേർണിയിൽ ഞാനും ഉണ്ട്. അപ്പൊ സെറ്റ്, നമ്മള് മിത്രേച്ചിനെ കണ്ടുപിടിച്ചിട്ട് ഇനി അടങ്ങുന്നുള്ളൂ. ഓക്കെ മുത്തേ, താങ്ക് യു സോ മച്ച്. അതൊക്കെ അങ്ങോട്ട് കയ്യിലോട്ട് വെച്ചാൽ മതി. ഫുഡ് ഉണ്ടാക്കിയിട്ടുണ്ട്, വന്ന് ക്ലീൻ ചെയ്യാൻ നോക്ക്. ഓ ശരി.